എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ജെ സീരീസ് എഞ്ചിനോട് കൂടി വന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് 350 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയണ ഈ ഒരു ടിപ്പിക്കൽ ബുള്ളറ്റ് എന്ന് പറയുന്ന മോഡലാണിത്. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് 350യിലത്തെ സ്റ്റാൻഡേർഡ് ബ്ലാക്ക് എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഇവിടെ നിങ്ങൾക്ക് മദ്രാസ് സ്ട്രൈപ്സും ഈ 3D എംബ്ലോ ഒക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ തന്നെ മറ്റ് പല വേരിയൻസും സ്റ്റാൻഡേർഡ് 350യിൽ വരുന്നുണ്ട്. സിംഗിൾ ചാനൽ ABSോട് കൂടിയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡാർക്ക് ഗോൾഡ് പറഞ്ഞിട്ടൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. അതിൽ കുറച്ച് മാറ്റ് ഫിനിഷുള്ള ഏരിയകളും കുറച്ചും കൂടിയും ഗോൾഡിനെ പ്രിഫർ ചെയ്ത് കാണിക്കുന്ന ഒരു ഡിസൈനാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ 2,100,000 രൂപയാണ് ഷോറൂം വില വരുന്നത്. അപ്പോൾ ഈ വണ്ടി ഞാൻ എടുത്തിട്ട് ഏകദേശം 1 വർഷമായി. ഇന്നേ വരെ 3,050 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. എനിക്ക് പലപ്പോഴും ആവറേജിങ് ആയിട്ട് 32, 33 അങ്ങനെയൊക്കെ മൈലേജാണ് കിട്ടാറ്. ഞാൻ ഇവിടെ സിറ്റിയിൽ ബാംഗ്ലൂരാണ് ഉപയോഗിക്കാറ് ഈ വണ്ടി. ഇതൊക്കെ കൂടാണ്ട് ഞാൻ ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഈ ഒരു ജെ സീരീസ് എഞ്ചിനാണ്. ഈ എഞ്ചിൻ നമ്മളിപ്പോൾ ഒരുപാട് വണ്ടികളിൽ കണ്ടിട്ടുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ സൈഡിൽ നിന്ന്. അതായത് മെറ്റിയോറിൽ വന്നു, ഹണ്ടറിൽ വന്നു, ക്ലാസിക് 350യിൽ വന്നു, ഇപ്പോൾ സ്റ്റാൻഡേർഡ് 350യിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വളരെ വൈബ്രേഷൻ കുറഞ്ഞ വളരെയധികം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ഇതിൻ്റെ സീറ്റിങ്ങും അതേപോലെ ഒരു റൈഡിങ് ട്രയാങ്കിളും പിന്നെ ഇതിൻ്റെ ഒരു പ്ലാന്റഡ് ആയിട്ടുള്ള ഫീലൊക്കെയാണ്. പിന്നെ കാണുമ്പോഴും എല്ലാവർക്കും അറിയണ പോലെ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ബുള്ളറ്റ് പറയുന്നത് ഏകദേശം ഈ ഒരു രൂപത്തിൽ വരുന്നൊരു ബുള്ളറ്റാണ്. ഇതിൻ്റെ കുറച്ച് കാണാൻ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഹെഡ്ലൈറ്റും ഈ ഹാലോജൻ ഹെഡ്ലൈറ്റ്, അതേപോലെ ഹെഡ്ലൈറ്റിന് ചുറ്റുമുള്ള ഈ ഒരു റിങ്, ഇൻഡിക്കേറ്ററിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു ക്രോം ഫിനിഷ്, ഈ ടൈഗർ ഹെഡ് ലൈറ്റ്സ്, ഈ ടൈഗർ ഐസ് എന്ന് പറയുന്ന ലാംപ്സാണിത്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ അവിടെ ലൈറ്റ് ചെയ്ത് കാണിക്കാം. ഈ ടൈഗർ ഐസ് എന്ന് പറഞ്ഞ ഈ ലൈറ്റാണിത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ മിററുകളൊക്കെ വരുന്നത് ക്രോം ഫിനിഷിലാണ്. അതേപോലെ ഈ ഒരു ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവറൊക്കെ വരുന്നത് ഈ ഒരു അലൂമിനിയം ഫിനിഷിലാണ്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാർ വരുന്നത് ക്രോം ഫിനിഷിലാണ്. അതേപോലെ നമുക്കിപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഡിസ്പ്ലേ സ്പീഡ് കാര്യങ്ങൾ അതെല്ലാം ക്രോമിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മളിങ്ങോട്ട് താഴത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഈ വീൽസ്, ഫ്രണ്ടും ബാക്കും വീല് സ്പോക്ക് വീലാണ് വരുന്നത്. അത് കാണാൻ വളരെ ഭംഗിയാണ് നമ്മൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ. അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണവും ദോഷം എന്താണെന്ന് പറഞ്ഞാൽ സ്പോക്ക് വീലുകളിൽ അതൊരു അഡീഷണൽ സസ്പെൻഷൻ പോലെ ആക്ട് ചെയ്യും. നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഒരു സസ്പെൻഷൻ ഉണ്ടെങ്കിലും സ്പോക്ക് വീൽ ഒരു അഡീഷണൽ സസ്പെൻഷനായിട്ട് ആക്ട് ചെയ്യും. പ്ലസ് അതിനെ കാണാനുള്ളൊരു ഭംഗിയുണ്ട്. അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഈ വണ്ടിയിൽ റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു വണ്ടിയിൽ ഈ സ്പോക്ക് വീൽസ് വന്നിട്ടുള്ളത് ട്യൂബ്ഡ് ടയറോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു പങ്ക്ചറോ കാര്യങ്ങളോ ഉണ്ടായാൽ നിങ്ങൾക്ക് ഇത് വീല് പുറത്തേക്ക് എടുത്തിട്ട് തന്നെ അതിനെ റിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ബുദ്ധിമുട്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഊരെടുക്കലും കാര്യങ്ങളും ഇന്നത്തെ പല ടെക്നീഷ്യന്മാർക്ക് അത് ഊരെടുക്കാനൊന്നും താല്പര്യമില്ല. വേറൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇങ്ങനത്തെ സ്പോക്ക് വീലുള്ള വണ്ടികൾക്കും ഇപ്പോൾ ഈ പുതിയ വണ്ടിയിൽ വന്നിട്ടുള്ളത് ഡ്യുവൽ ചാനൽ ABSും ഡ്യുവൽ ഡിസ്ക് ബ്രേക്കും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഊരിയാൽ ഒരിക്കൽ തിരിച്ചിടുക എന്ന് പറയുന്നത് ആ സെൻസറും കാര്യങ്ങളൊക്കെ കറക്റ്റ് സെൻസ് ചെയ്യുന്ന രീതിയിലും ഡിസ്റ്റൻസൊക്കെ മാച്ച് ചെയ്ത് ഇടുക എന്ന് പറയുന്നത് അത് സ്കില്ലഡ് ആയിട്ടുള്ളൊരു ടെക്നീഷ്യനെ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഇനി നമുക്കിതിൻ്റെ മറ്റ് അട്രാക്റ്റീവ് പോയിൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സൈലൻസർ, ക്രോം ഫിനിഷുള്ള സൈലൻസർ, അതേപോലെ ആ എൻജിൻ ക്രോം ഫിനിഷുള്ള എൻജിൻ, പിന്നെ ഈ സൈഡിൽ കാണുന്ന എല്ലാ പാർട്സും നമുക്ക് കാണാം. ഒരുപാട് പാർട്സ് ഇതിൽ ക്രോം ഫിനിഷ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ സസ്പെൻഷൻ്റെ ഏരിയ ഇവിടെ വരുന്നത് ക്രോം ഫിനിഷ്ഡ് ആണ്. നമുക്ക് അതുപോലെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ബാക്കിൽ വരുന്നത് ക്രോം ഫിനിഷാണ്. ഈ ബാക്കിൽ ടെയിൽ ലൈറ്റിൻ്റെ ചുറ്റും ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിയ ഒരുപാട് ഏരിയയിൽ ഇതിൽ ക്രോം ഫിനിഷ്ഡ് ആണ്. ഇപ്പോൾ ഈ ഹാൻഡിൽ മേനെ നോക്കുകയാണെങ്കിൽ ഈ എൻഡ് വെയിറ്റ് നമുക്ക് ക്രോം ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയകളും ഈ മദ്രാസ് സ്ട്രൈപ്പ് ലൈൻസുമാണ് ഇതിനെ കാണാൻ അട്രാക്റ്റീവ് ആക്കുന്നത്. ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരത്തെ ഈ വീലിൻ്റെ കാര്യം പറഞ്ഞ പോലെ എഞ്ചിൻ്റെ സൈഡത്തെ ഈ കവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഫിനിഷ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലേ വാങ്ങിയപ്പോൾ അത് ഫിനിഷ് പോയി ഇങ്ങനെ ആയി തുടങ്ങി. പിന്നെ അതേപോലെ നമുക്ക് ഇത് തുടച്ച് കൊണ്ട് നടക്കണം. കാരണം തുടച്ചില്ലെങ്കിൽ ഇത് ആൾക്കാർ ഇതിനെ വളരെ മോശമായിട്ടുള്ളൊരു വണ്ടിയായിട്ടേ കാണുള്ളൂ. തുടച്ച് വൃത്തിയായി കൊണ്ടു നടന്നില്ലേ കാണാൻ ഒരു അട്രാക്ഷൻ തോന്നാത്തൊരു വണ്ടി കൂടിയാണിത്. അപ്പോൾ തുടച്ച് വൃത്തിയാക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത്, കാണാൻ അട്രാക്റ്റീവ് ആക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ വണ്ടിയുടെ മുകളിലത്തെ റൈഡിങ് ട്രയാങ്കിളാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇരുന്ന് കാണിക്കാം. ഈ വണ്ടിയിൽ നിന്ന് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ വലത്തേക്കാല് വെച്ചിട്ടുള്ള ആംഗിൾ കണ്ടാൽ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം 90 ഡിഗ്രി ആംഗിൾസാണ്. ഞാൻ വളരെ ഈസി ആയിട്ടാണ് ഈ വണ്ടിയുടെ മുകളിലിരിക്കുന്നത്. പഴയ സ്റ്റാൻഡേർഡ് 350 UC എഞ്ചിനോട് കൂടിയിട്ടുള്ള ആ ഒരു ബുള്ളറ്റ് 350യോട് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ചുകൂടി ലീൻ ഫോർവേഡാണ്. റൈഡേഴ്സ് ട്രയാങ്കിൾ ഒന്നുകൂടി ചെറുതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇന്ന് കിട്ടുന്ന റോയൽ എൻഫീൽഡ് വണ്ടികളിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു റൈഡിങ് ട്രയാങ്കിളുള്ള വണ്ടിയാണിത്. ഇതിൻ്റെ ഒക്കെ കൂടെ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റും അതുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ.
ഇത് ഞാൻ ക്ലാസിക് 350 അതുപോലെ മെറ്റിയോർ 350 ഹണ്ടർ ഇതൊക്കെ ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ സീറ്റും ഇത് തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാക്ക് സീറ്റിലിരുന്നാലും ഏകദേശം നിങ്ങളുടെ കാലിൻ്റെ ഒക്കെ ആംഗിൾസ് ഒക്കെ വരുന്നത് ഈ 90 ഡിഗ്രി ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് റൈഡറിനായാലും പാസഞ്ചറിനായാലും ഇതിൽ വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം ഇത് അട്രാക്റ്റീവ് ആക്കുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ സ്വിച്ച് ഗിയേഴ്സ് എല്ലാം വളരെ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. മിററും കാര്യങ്ങളൊന്നും വലിയ വൈബ്രേഷനൊന്നും ഉണ്ടാവുന്നില്ല ഒരുവിധം സ്പീഡുകളിലും. അപ്പോൾ റൈഡറെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇനി ഇതിൻ്റെ എൻജിൻ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ജെ സീരീസ് എൻജിൻ ഇപ്പോൾ വന്നിട്ടുള്ളത് 5 സ്പീഡ് ഗിയർ ബോക്സോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഒരുപാട് ടെക്നോളജിക്കലി ഫോർവേഡാണ് കമ്പയർഡ് ടു UCE എൻജിൻ. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വൈബ്രേഷൻ വളരെ കുറവ് എന്നുള്ളതാണ്. അതേപോലെ വളരെ നല്ല ടോർക്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 27 Nm ടോർക്കും അതേപോലെ 20 HP പവറാണ് വരുന്നത്. അത് 4000-6000 RPM അങ്ങനെ എന്തൊക്കെയാണ്. പക്ഷേ ആ RPM നമുക്ക് പഠിച്ചു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ നമുക്ക് ഡ്രൈവർക്ക് അല്ലെങ്കിൽ റൈഡറുടെ ഇൻഫോർമേഷൻ ഡിസ്പ്ലേയിൽ RPM ഇവിടെ കാണിക്കില്ല. അപ്പോൾ അതൊന്നും മാച്ച് ചെയ്ത് ഓടിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇതിൻ്റെ എൻജിൻ്റെ മറ്റ് ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ വളരെ സ്മൂത്താണ്. വൈബ്രേഷൻസ് ഉണ്ട്, നമുക്ക് ഫുഡ് പാക്കിൽ വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഹാൻഡിൽ ബാറിലോ സീറ്റിലോ നമുക്ക് വൈബ്രേഷൻ ഇല്ല. അതേപോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീലിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ 5 ഗിയറിലും നമുക്ക് എവിടെയും ഓവർ ഡ്രൈവ് ഗിയറൊന്നും വരുന്നില്ല. പിന്നെ അതുപോലെ പ്രൈമറി റേഷ്യോ സെക്കൻഡറി റേഷ്യോ എല്ലാം ഞാൻ അവരുടെ സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഹൈ ടോർക്കി കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്യൂണിങ്ങാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എൻജിൻ്റെ നമുക്ക് ബോറും സ്ട്രോക്കും നോക്കുകയാണെങ്കിൽ തന്നെ 70 സംതിങ് mm ബോറും സ്ട്രോക്ക് 80 സംതിങ് mm ആണ്. അതായത് ഇങ്ങനത്തെ ലോങ് സ്ട്രോക്ക് എൻജിൻസ് എന്ന് പറയും ഇതിനെ. അപ്പോൾ ഹൈ ടോർക്കിന് വേണ്ടിയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള എൻജിനുമാണിത്. ഇനി ഇതിനെ നമുക്ക് മറ്റ് സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ വീൽസ് വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ 190 വീൽസാണ് വരുന്നത്. 19 ഇഞ്ചാണ് വീലിൻ്റെ ഡയ വരുന്നത്. അതുപോലെ ബാക്കിൽ 120/80 വീലാണ് വരുന്നത്. 18 ഇഞ്ചാണ് ബാക്ക് ഡയ വീലിൻ്റെ ബാക്ക് ഡയ വരുന്നത്. ഇനി ഇതിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ആക്സസറീസിനെ കുറിച്ച് കാണിക്കാം. ഞാനിവിടെ ഒരു ടാങ്ക് കവർ പറഞ്ഞിട്ട് ഇവിടെ ഒരു ആക്സസറി കയറ്റിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും വെക്കാനും സൗകര്യമാണ് ഇങ്ങനെ ഒരു കവർ ഇവിടെ ഉള്ളത്. പിന്നെ ഈ എൻജിൻ്റെ താഴെയുള്ള ഈ ഒരു ഗാർഡ് നമ്മൾ ആക്സറി വെച്ചാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു തൃശ്ശൂരുള്ള ഒരു ചേട്ടൻ്റെ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ എൻജിൻ്റെ താഴെ ഈ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഈ സാധനം കമ്പനിയുടെ നിന്ന് ആക്സറി നമ്മൾ പിടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ എൻജിൻ എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ട് എൻജിൻ്റെ മുകളിൽ നമ്മൾ വാറണ്ടി അപ്ലൈ ചെയ്താൽ അവർ പറയാൻ പോകുന്നത് നമ്മുടെ യൂസർ അത് അതിൻ്റെ മുകളിൽ വേണ്ടത്ര കെയർ എടുക്കാത്തതുകൊണ്ട് ആ ഒരു ആക്സറി വാങ്ങി വെക്കാണ്ട് നിങ്ങൾ കെയർ എടുക്കാത്തതുകൊണ്ട് ഡ്യൂ ടു നെഗ്ലിജൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത്ര ആ വാറണ്ടി അവർ പലപ്പോഴും ഒഴിവാക്കണത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ആക്സറി അവിടെ വെച്ചത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ വേറെ പ്രത്യേകിച്ച് ആക്സറീസ് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം സ്റ്റാൻഡേർഡാണ്. ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു റബ്ബർ ടിപ്പാണ് കയറ്റിയത്. കാരണം എന്താ വെച്ചാൽ ഈ ബാംഗ്ലൂർ ട്രാഫിക്കിൽ പലപ്പോഴും പലരും വന്ന് നമ്മുടെ ബാക്കിൽ ഇടിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇടി കിട്ടുന്ന ഭാഗങ്ങൾ ഇതിൻ്റെ ഈ നമ്പർ പ്ലേറ്റും ഈ ഒരു സൈലൻസറാണ്. അപ്പോൾ ഇതിനാണ് ഇവിടെ റബ്ബർ പാഡ് വെച്ചത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഒരുപാട് പോർഷൻ പൊട്ടിപ്പോയി കഴിഞ്ഞു. അങ്ങനെ കുറേ തട്ടുമുട്ടും കിട്ടിക്കഴിഞ്ഞിട്ടാണ്. പിന്നെ ഈ ഒരു സാധനത്തിൻ്റെ മുകളിൽ ഇവിടെ വന്ന് പലപ്പോഴും തട്ടിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക് കേസിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുന്നവരുണ്ടായിട്ടില്ല. പിന്നീട് ഈ വണ്ടിയുടെ ഈ ഒരു വശത്തു നിന്നുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പുറത്തെ വശത്തു നിന്നും ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ബാക്കിലത്തെ ഒരു സ്റ്റൈലിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ മെറ്റൽ പാർട്സ് ഏതൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫ്രണ്ടിലത്തെ മഡ് ഗാർഡ് മെറ്റലാണ്. പിന്നെ ഈ ഒരു പോർഷനൊക്കെ എനിക്ക് മെറ്റലാണെന്ന് സംശയമുള്ളൂ. എനിക്ക് ഉറപ്പില്ല ഇത് പ്ലാസ്റ്റിക് ആണോ മെറ്റലാണോ എന്നുള്ളത്. പിന്നെ ഇത് മെറ്റൽ ടാങ്കാണ് വരുന്നത്. പിന്നെ ഇത് രണ്ടും പ്ലാസ്റ്റിക് പോർഷൻസാണ്. പിന്നെ ഈ ബാക്കിലത്തെ മഡ് ഗാർഡും മെറ്റലാണ് വരുന്നത്. ഈ വണ്ടിയുടെ വെയിറ്റ് ഏകദേശം 197 kg വരുന്നുണ്ട്. അപ്പോൾ വണ്ടി സ്റ്റേബിളാണ് നമുക്ക് ഒരുവിധം എല്ലാ സ്പീഡിലും. അപ്പോൾ അതൊക്കെ ഈ മെറ്റൽ പാർട്സിൻ്റെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ പറയുന്ന വെയിറ്റ്. പിന്നെ അതേപോലെ ഫ്രെയിമും അവരുടെ ഒരു പുതിയ ഫ്രെയിമാണ്, ഡബിൾ ക്രാഡിൽ എന്തൊരു ഫ്രെയിം എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ എൻജിനിലേക്ക് ഈ 2 ഫ്രെയിം കൂടെ കണക്റ്റഡ് ആവും. നിങ്ങൾക്ക് കാണാം ഇങ്ങനെ വന്നിട്ട് ഫ്രെയിം കൂടെ എൻജിനിലേക്ക് കണക്റ്റഡ് ആയിട്ടാണ് അടുത്ത പോർഷൻ അവിടെ നിന്ന് കണക്റ്റഡ് ആയിട്ട് പോകുന്നത്. പണ്ടത്തെ UCE എൻജിനിലാണെങ്കിൽ ഒരു സെൻറ്ററിൽ ഒരു വടി ഇങ്ങനെ വന്നിട്ടാണ് എൻജിനെ പിടിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ 2 വടി വന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ മോർ സ്ട്രെങ്ത്ത് വൈബ്രേഷനൊക്കെ കുറയ്ക്കാൻ സഹായിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരുവിധം എല്ലാ ആധുനികമായിട്ടുള്ള വേണ്ട ടെക്നോളജീസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. കാരണം ബുള്ളറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജമ്പാണ് ഫ്യൂവൽ ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂവൽ ഗേജ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആക്സറി ആയിട്ട് നമുക്ക് ഈ ട്രിപ്പിൾ ഡാഷൊക്കെ കൂടെ പിടിപ്പിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടു. പക്ഷേ ഞാൻ അതിലേക്ക് ട്രൈ ചെയ്തിട്ടില്ല എന്നേ വരെ.
പക്ഷെ എന്നിരുന്നാലും ആകെ മൊത്തം എൻ്റെ ഈ വണ്ടിയുടെ ഒരു പുറത്തുനിന്നുള്ള കാണാനുള്ള ഭംഗിയെ കുറിച്ചും ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും വെച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു വണ്ടിയാണ്. ഇനി ഇതിൻ്റെ റൈഡിങ് വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് ഞാനിതിൻ്റെ ബാക്ക് പോർഷൻ എങ്ങനെയാണെന്നും കൂടിയും കാണിച്ചു തരാം. ഇനി അതേപോലെ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിൽ നിന്ന് കണ്ടാലുള്ള ലുക്ക്. ബാക്കിൽ നമുക്ക് റൗണ്ട് ആയിട്ടുള്ളൊരു ടൈൽ ലൈമ്പാണ് വരുന്നത്. പിന്നെ ഈ മഡ് ഗാർഡ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ടയർ വളരെ എക്സ്പോസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാണാൻ അത്ര ഒരു ചേരുള്ള കാര്യമല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. ഇവിടെ കുറച്ചൊരു എക്സ്റ്റൻഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നീട് നമുക്ക് സാരി ഗാർഡ് വരുന്നുണ്ട്. അതുപോലെ ലേഡീസിനുള്ള സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോഴുള്ള ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ സൈഡ് സ്റ്റാൻഡ് വരുന്നത് ക്രോം ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഗിയർ ലിവർ നമുക്ക് ഹീൽ കൊണ്ടും ടോ കൊണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ഹീൽ കൊണ്ട് ചെയ്യണ ഗിയർ ബോക്സ് ഇങ്ങനത്തെ ഒരു സീറ്റിംഗ് പോസ്റ്ററിൽ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അത് നമുക്ക് വലിയൊരു ഉപകാരമുള്ളൊരു സാധനമാണ്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്ത് പറയുന്നത് നമുക്ക് സിംഗിൾ ആയിട്ടുള്ളൊരു ഹോണാണ് ഈ വണ്ടിയിൽ വരുന്നത്. ക്ലാസിക്കിലൊക്കെ ഇപ്പോൾ ഡ്യുവലാ തോന്നുന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് ക്ലാസിക്കിലൊക്കെ ഡ്യുവൽ ഹോണുകളാണ് ഉണ്ടായിരുന്നത്. അന്ന് സ്റ്റാൻഡേർഡിൽ സിംഗിൾ ആയിരുന്നു. ഇന്നും ഇപ്പോൾ സ്റ്റാൻഡേർഡിൽ സിംഗിൾ ഹോൺ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഞാൻ സൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട്. പ്രത്യേകിച്ച് ഗാംഭീര്യമൊന്നുമില്ല. അപ്പോൾ ആകുമ്പോൾ നമുക്ക് വണ്ടീനെ കാണാനുള്ള ഒരു ലുക്ക് ഇങ്ങനെയാണ്. ഞാൻ ഈ വണ്ടിയുടെ നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ പോർഷനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഏരിയ കാണാൻ പറ്റുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സ്വിച്ച് ഗിയറൊക്കെ നമുക്ക് ആ ഒരു മെറ്റിയോറിൽ വന്ന പോലത്തെ സ്വിച്ച് ഗിയറാണ്. ഇവിടെ ഒരു ബട്ടണാണ് നമുക്ക് ഇവിടുത്തെ ഇൻഫോർമേഷൻ മാറാനുള്ളത്. അതേപോലെ ഇതാണ് നമ്മുടെ ഹൈ ബീം ലോ ബീമിൻ്റെ പാസിൻ്റെ ഒക്കെ സ്വിച്ച്. ഇത് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചാണ്, നമ്മുടെ ഹോണിൻ്റെ സ്വിച്ചാണ്. ഈ സൈഡിൽ അതേപോലെ ഇതിൻ്റെ എൻജിൻ കിൽ സ്വിച്ചാണ്, എൻജിൻ സ്റ്റാർട്ട്സിൻ്റെ സ്വിച്ചാണിത്. ഇത് നമ്മുടെ ഹസാർഡ് ലൈറ്റിൻ്റെയാണ്. പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് സ്വിച്ചുകളൊന്നുമില്ല. പിന്നെ ഈ സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ ഇവിടെ റോയൽ എൻഫീൽഡ് ഒരു USB ചാർജർ വെച്ചിട്ടുണ്ട്. ഒരുവിധ ആൾക്കാർക്കും അതവിടെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാറുമില്ല എന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. പിന്നീട് നമ്മൾ ഇനി ഈ പോർഷനിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഒരു അനലോഗ് ആയിട്ടുള്ളൊരു സ്പീഡോമീറ്ററാണ് വരുന്നത്. നമുക്ക് കിലോമീറ്റർ പെർ ഹവറിലാണ് അപ് ടു 160 കൊടുത്തിട്ടുണ്ട്. 80 ആണ് സെൻറ്ററിൽ വരുന്നത്. അതേപോലെ ഇതിനൊക്കെ ചെറുതായിട്ട് ഗ്ലോ ഉണ്ടാവും രാത്രി ഓടിക്കുമ്പോൾ. പിന്നെ ഇവിടെയാണ് നമുക്ക് ഓൾ ദ വാർണിംഗ് ലൈറ്റ്സ് ഇവിടെയാണ് കാണിക്കുക. അതേപോലെ ഇവിടെയാണ് നമുക്ക് ഒരുവിധം അതർ ഇൻഫോർമേഷൻസും കാണിക്കുക. ഇവിടെ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഇങ്ങനെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെയാണ് ട്രിപ്പർ ഡാഷ് വെക്കാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടറിഞ്ഞത്. പിന്നെ അതേപോലെ പണ്ടത്തെ UC പോലെയല്ല, ഇവിടെ തന്നെയാണ് ഇപ്പോൾ ഹാൻഡിൽ ലോക്കും വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് ഇവിടെ തന്നെ നമുക്ക് ഹാൻഡിൽ ലോക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ വണ്ടി ടേൺ ഓൺ ചെയ്താൽ എങ്ങനെയാണ് കാണുക എന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ കീ ഇഗ്നീഷനിലേക്ക് ഇട്ടാൽ ഇങ്ങനെയാണ് ഇത് കാണിക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ പറഞ്ഞ പോലെ 3050 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഇനി ഇവിടെ ഇൻഫോർമേഷൻ നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് ബാക്കി ഇൻഫോർമേഷൻസ് കാണിക്കും. ട്രിപ്പ് 1 എത്രയുണ്ട്, ട്രിപ്പ് 2 എത്രയുണ്ട്, അതേപോലെ ടൈം എന്താണ്, ഓഡോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിതിൽ കാണുന്ന ഡിസ്പ്ലേയിലുള്ള ഫങ്ഷൻസ്. ഒന്ന് ഓഡോമീറ്റർ, ഒരു ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ ട്രിപ്പ് F ഉണ്ട്. വണ്ടി റിസർവ് ആകുമ്പോൾ തന്നെ ട്രിപ്പ് Fലേക്ക് പോയിക്കോളും. പിന്നെ ഇത് ടൈമും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത്ര ഇൻഫോർമേഷൻസ് ആണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഈ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടപ്പിലുള്ള എൻജിൻ്റെ ശബ്ദം അതുപോലെ എക്സോസ്റ്റ് ശബ്ദം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ വണ്ടിയുടെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി പറയുന്നത് 13 ലിറ്റേഴ്സാണ്. അതിൽ 2.5 ലിറ്ററാണ് റിസർവ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ട്രിപ്പ് F സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണോ ഫ്യൂവൽ 2.5 ലിറ്ററിൻ്റെ ലെവലിൻ്റെ താഴെ പോകുന്ന അപ്പോഴാണ്. അപ്പോൾ അതിലൊരു എറർ ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ, പലപ്പോഴും നമ്മൾ വണ്ടി ഇതേപോലെ ട്രിപ്പ് Fൽ ആയതിനു ശേഷം ഇതേപോലെ സൈഡ് സ്റ്റാൻഡിൽ ഇട്ടാൽ ആ ഫ്യൂവൽ ലെവൽ ചിലപ്പോൾ ആ ലെവൽ സെൻസറിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ടാവും.
അപ്പോൾ ഈ ട്രിപ്പ് എഫ് പറയുന്ന സാധനം റീസെറ്റ് ആവും. അതോടുകൂടിയിട്ട് അവിടെ ചെറിയൊരു എറർ വരാറുണ്ട് പലപ്പോഴും. അപ്പോൾ നമ്മളെപ്പോഴും ഈ ട്രിപ്പ് എഫിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് അനുസരിച്ചിട്ട് അടുത്ത 2.5 ലിറ്ററേ ബാക്കിയുള്ളൂ, അതിൽ നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടുന്നു നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള പോലെയാണ് ട്രിപ്പ് എഫ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന മൈലേജ് വെച്ചിട്ട് ഏകദേശം ഒരു 32-33 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതനുസരിച്ചിട്ട് ട്രിപ്പ് എഫ് സ്റ്റാർട്ടായാലും എൻ്റെ വണ്ടി ഏകദേശം ഒരു 75 കിലോമീറ്റർ ഓടണം എന്നുള്ളതാണ് അസംഷൻ. അപ്പോൾ അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ട്രിപ്പ് എഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. പക്ഷേ പലപ്പോഴും ട്രിപ്പ് എഫിൽ ഇങ്ങനെ ഇനീഷ്യൽ 10 കിലോമീറ്ററിലൊക്കെ ഈ ഒരു എറർ സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ നൈറ്റിലത്തെ ലൈറ്റ്. ഇതാണ് ലോ ബീം, ഇതാണ് ഹൈ ബീം. നമുക്ക് നല്ലോണം വിസിബിലിറ്റി ഉണ്ട്. ഒരു അടുത്ത 30 മീറ്റർ വരെയൊക്കെ നല്ല വിസിബിലിറ്റി ലോ ബീമിൽ കിട്ടുന്നുണ്ട്. ഹൈ ബീമിൽ അതിൻ്റെ അപ്പുറത്തേക്കും നല്ലോണം വിസിബിലിറ്റി. ഇങ്ങനെയാണ് നിങ്ങൾ വണ്ടി രാത്രി ഓടിച്ചാൽ അത് കാണുക. ഇങ്ങനെയാണ് ഹസാർഡ് ലൈറ്റ് ഇട്ടാൽ